Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Change the order of integration and evaluate integral 0 to 1, integral x to 1, x by x square plus y square dy dx. ഇത് ഫെബ്രുവരി 2017 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഡബിൾ ഇന്റഗ്രൽ x by x square plus y square dx dy മാറ്റി അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? dy dx ആണ്. അപ്പോൾ ഓർഡർ നമ്മൾ ചേഞ്ച് ചെയ്യണം. dy dx എന്ന ഓർഡർ എന്താക്കണം? dx dy ആക്കണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും നമ്മുടെ y-യുടെ ലോവർ ലിമിറ്റ് എന്താണ്? x ആണ്. y-യുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. x-ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. x-ന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലിമിറ്റ് വെച്ചിട്ട് കിട്ടുന്നത്. എക്സിന്റെ വൈഡ് ലിമിറ്റ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകും. ഇത് നമ്മുടെ എക്സ് ആക്സിസ് എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്. ഈ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓറിജിനിലൂടെ വരയ്ക്കുന്ന ലൈനാണ്. വൈ ഈക്വൽ ടു എക്സ് ഓറിജിനിലൂടെ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 1 ആണെങ്കിൽ 0 1 ആണെങ്കിൽ ഇതിലൂടെ ലൈൻ വരയ്ക്കും. ഈ ലൈനിന്റെ പറയുന്ന പേരാണ് y ഈക്വൽ ടു 1. ഈ x ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് y ആക്സിസ് ആണ്. ഈ ആക്സിസിനെയാണ് നമ്മൾ x ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരച്ചു, ഇത് വരച്ചു, ഇത് വരച്ചു. x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം y ഈക്വൽ ടു x ആണ് 4.1. അപ്പൊ ഇതിലൂടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് x ഈക്വൽ ടു 1 പാരലൽ ടു y ആക്സിസ്. നമ്മൾ പടം വരച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ ഇതിനെല്ലാത്തിനും കൂടി കോമൺ ആയിട്ടുള്ള റീജിയൻ അതൊക്കെയാണ്. ഇത് എല്ലാത്തിനും കൂടി കോമൺ ആയിട്ട് വരുന്ന റീജിയൻ x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ് അല്ലെ. y ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അതുപോലെ y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ. അപ്പൊ ഇതിന്റെ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് നമ്മുടെ കോമൺ റീജിയൻ. അപ്പൊ ആദ്യം നമ്മൾ ആ കോമൺ റീജിയൻ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ നിന്നും വൈയുടെയും എക്സിന്റെയും ലിമിറ്റുകൾ കണ്ടുപിടിച്ച് ആ കോമൺ റീജിയൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ കോമൺ റീജിയൻ. ഇനി ഇതിൽ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ എക്സിന്റെയും വൈയുടെ ലിമിറ്റുകൾ എഴുതണം. അപ്പൊ എക്സിന്റെ ലിമിറ്റ് എഴുതാനായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? ഈ റീജിയനിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. ഒരു സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പ് ലെഫ്റ്റിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? വൈ ആക്സിലാണ് ടച്ച് ചെയ്യുന്നത്. ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്നത് വൈ ആക്സിലാണ്. വൈ ആക്സിൽ എക്സ് എന്താണ്? 0 ആണ്. ഇത് റൈറ്റിൽ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ലൈനിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ലൈനിൽ y ഈക്വൽ എന്താണ്? x ആണ്. x ഈക്വൽ എന്താണ്? y ആണ് അല്ലേ. ഇവിടെ x ഈക്വൽ 0, x ഈക്വൽ 2. അപ്പൊ നമുക്ക് ഈ x ന്റെ ലോവർ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. 0 ഇട്ടാനുള്ള കാരണം എന്താണ്? ഈ സ്ട്രിപ്പ് ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്നത് y ആക്സിലാണ്. y ആക്സിസിൽ x എന്തായിരിക്കും? y ആക്സിൽ x സമം 0 ആയിരിക്കും. ഇനി ഇതിന്റെ റൈറ്റ് ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ ലൈനിലാണ്. ഈ ലൈനിലെ x എന്താണ്? y ആണ്. ഇനി നമുക്ക് വൈഡ് ലിമിറ്റ് കിട്ടണം. വൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആക്സിസ് നോക്കാം. ഈ പോയിന്റ് എന്താണ്? 0 0. ഈ പോയിന്റ് എന്താണ്? 0 1 ആണ്. അപ്പൊ വൈഡ് വേരിയേഷൻ എന്താണ്? 0 മുതൽ 1 വരെ. അപ്പൊ വൈഡ് ലോവർ ലിമിറ്റ് 0 കിട്ടി, അപ്പർ ലിമിറ്റ് 1. ഇത് നമ്മൾ നോക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ x by x square plus y square dx നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, ന്യൂമറേറ്ററിൽ എക്സ് ഉണ്ട്. ഇവിടെ നമ്മൾ പണി ചെയ്യുന്നു 1/2 ഇൻറ്റു ഇന്റഗ്രൽ 2x by x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ dx dy. ലിമിറ്റ് 0 to 1. ഇവിടെ ഞാൻ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തു. ഈ എക്സിന്റെ സ്ഥാനത്ത് 2x എഴുതി. ഇവിടെ നമ്മൾ 1/2 എഴുതി. 1/2 into 2x. ഇങ്ങനെ എഴുതിയാൽ ഗുണം എന്താണ്? ഈ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx ആണ്. കണ്ടോ? അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ
ഇതിന്റെ ആൻസർ എന്താണ്? ഇന്റഗ്രൽ 0 to 1 1/2 പുറത്തേക്ക് എഴുതാം. ഇതിന്റെ ആൻസർ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഇതൊരു ഫോർമുലയാണ്, നമ്മൾ +2 പഠിച്ച ഒരു ഫോർമുലയാണ്. ഫോർമുല പ്രത്യേകം ഓർത്തിരിക്കുക. ഡിനോമിനേറ്റർ ഇവിടെ നമ്മൾ എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എക്സ് ആണ് നമ്മുടെ വേരിയബിൾ, വൈ ആരാണ്? കോൺസ്റ്റന്റ് ആണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ ആണ് വേരിയബിൾ, എക്സ് ആണ് വേരിയബിൾ, എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x dx കിട്ടും. അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ നമ്മുടെ ഇതിന്റെ ആൻസർ, ഈ ഇന്റഗ്രേഷന്റെ ആൻസർ എന്തായിരിക്കും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് നിങ്ങൾ +2 പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡെറിവേറ്റീവ് നമ്മൾ 2x dx ആണ്. ആ 2 വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു 2 കൊണ്ട് ഹരിക്കുകയും ഒരു 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ 2x × x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് എഴുതാം? ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എഴുതാം. ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, +2 പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 0 to y നമുക്ക് ലിമിറ്റ് കൊടുക്കാം. അടുത്ത ലിമിറ്റ് കൊടുക്കുന്ന പ്രൊസീജിയർ ആണ് നമ്മൾ ഈ പടം ഒന്ന് വരയ്ക്കാൻ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 1/2 into ഇന്റഗ്രൽ 0 to 1. ഇവിടെ നമ്മൾ എക്സിനാണ് ലിമിറ്റ് കൊടുക്കാൻ പോകുന്നത്. എക്സിന് y കൊടുക്കുമ്പോൾ എന്ത് വരും? y സ്ക്വയർ. എക്സിന് y കൊടുക്കുമ്പോൾ x y സ്ക്വയർ വരും. y സ്ക്വയർ പ്ലസ് y സ്ക്വയർ എത്രയാണ്? 2y സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ? ലോഗ് 2y സ്ക്വയർ. ഈ ലോഗ് ലിമിറ്റ് കൊടുക്കുമ്പോഴോ എക്സിന് 0 കൊടുക്കുമ്പോൾ ലോഗ് y സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുത്തു, അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/2 into ഇന്റഗ്രൽ 0 to 1 ഈ ലോഗ് a മൈനസ് ലോഗ് ബി. ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a/b എന്നാണ്. ലോഗ് a/b. ഈ y സ്ക്വയറും y സ്ക്വയറും വെട്ടിപ്പോ ലോഗ് 2 നമ്മൾ പുറത്തേക്ക് എടുക്കും. ബാക്കി എന്തുണ്ട്? 0 to 1 dy. എന്താണ്? 1/2 log 2. ഇവിടെ നമ്മൾ 1 ആണ് ഫംഗ്ഷൻ. 1നെ വിത്ത് റെസ്പെക്ട് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? y എന്നുണ്ട്. ലോഗ് ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 1 ആണ്. 1/2 log 2 into 1. അപ്പൊ ഇവിടെ 1 മൈനസ് 0. അപ്പൊ ഫൈനൽ ആൻസർ എന്താണ് കിട്ടുന്നത്? 1/2 log. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1/2 log 2. അപ്പൊ ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന പ്രോബ്ലം dy/dx ലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ടത് എന്തിലാണ്? dx dy യിലാണ് ചെയ്യുന്നത്. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ പറയുമ്പോൾ ഏതിലാണ് തന്നിരിക്കുന്നത് തിരിക്കണം. dy/dx ലാണ് തന്നെങ്കിൽ dx dy ചെയ്യണം. dx dy യിലാണ് ചോദിക്കുകയാണെങ്കിൽ dy/dx ചെയ്യണം. തന്നിരിക്കുന്ന പ്രോബ്ലം dy/dx ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ എഴുതി വെച്ചു, കാരണം dx dy എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റുകൾ കണ്ടുപിടിക്കണം. ലിമിറ്റുകൾ കണ്ടുപിടിക്കാനുള്ള വിദ്യ എന്താണ്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? x ആണ്. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? 0 ആണ്. എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്താണ്? 1 ആണ്. അപ്പൊ വൈയുടെ എല്ലാ ലിമിറ്റുകളും കിട്ടി, എക്സിന്റെ ലിമിറ്റുകളും കിട്ടി. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ റിക്വേർഡ് റീജിയൻ കണ്ടുപിടിക്കണം. ആ റീജിയൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ dx dy ആയതുകൊണ്ട് നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? പാരലൽ ടു y x ആക്സിന് പാരലൽ വരയ്ക്കാം. ഇപ്പൊ dx ആണ് ആദ്യമെങ്കിൽ നമ്മൾ എക്സിന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് പാരലൽ ടു x ആക്സിസ്. x ആക്സിന് പാരലൽ വരയ്ക്കുമ്പോൾ അതിന്റെ ലെഫ്റ്റ് പോർഷൻ എവിടെ, ആ റീജിയനിലെ ലെഫ്റ്റിൽ എവിടെ ടച്ച് ചെയ്ത് നോക്കാം, റൈറ്റിൽ എവിടെ ടച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് ടച്ച് ചെയ്യുന്നത് y ആക്സിലാണ്. y ആക്സിന് x എന്താണ്? 0 ആണ്. റൈറ്റിൽ ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? റൈറ്റിൽ ടച്ച് ചെയ്യുന്നത് y = x എന്ന ലൈനാണ്. അപ്പൊ എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? y. പിന്നെ നമുക്ക് വൈയുടെ ലിമിറ്റ് കിട്ടണം. വൈയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? y വേരീസ് ഫ്രം 0 to 1. വൈയുടെ ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ ലിമിറ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം x വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അതിനുശേഷം y വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും.
ഇവിടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. ഏത് ഫോർമുലയാണ്? ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ അതിന്റെ ആൻസർ ലോഗ് ഓഫ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ എക്സ് ആണ് മുകളിൽ കിടക്കുന്നത്, താഴെ കിടക്കുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്റർ 2 ചേർത്ത് വെച്ചു. ഒരു 2 ചേർത്ത് വെക്കുമ്പോൾ ഒരു 1/2 അപ്പുറത്ത് എഴുതാം. ആ 2 ചേർത്ത് വെക്കുമ്പോൾ 2x dx എന്ന് വരും. ഈ 2x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്റർ ആയ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ്. അങ്ങനെ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് ഓഫ് ഡിനോമിനേറ്റർ. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അങ്ങനെയാണ് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ലോഗ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലോഗ് 2y സ്ക്വയർ മൈനസ് ലോഗ് വൈ സ്ക്വയർ. ഇത് നമ്മൾ ലോഗ് എ ബൈ ബി. ലോഗ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. വൈ സ്ക്വയർ ബൈ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ലോഗ് 2 പുറത്തേക്ക് എടുത്തു. 1/2 ലോഗ് 2 ഇന്റർ 0 to 1 dy 1/2 ലോഗ് 2y therefore 1/2 ലോഗ് 2. ഫൈനൽ ആൻസർ 1/2 ലോഗ് 2 ആണ്. ഇത് ഫെബ്രുവരി 2017 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. 2019 സ്കീമിന്റെ സ്റ്റുഡൻസിനോടും ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കാം. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.